ആണ്. ബിഗ് ബോസ് സീസൺ 7 ഒരു ലേഡി വിന്നറാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരുപാട് അഭിമാനത്തോടുകൂടി ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാനിപ്പോ ഈ ഒരു മൊമെന്റ് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കാൻ, നിങ്ങൾക്ക് എല്ലാവർക്കായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സ്നേഹിച്ച് എന്റെ നെഗറ്റീവ് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ അനുമോളുടെ ആദ്യത്തെ വീഡിയോ ആണ്. നമ്മുടെ ട്രോഫിയൊക്കെ പൊക്കി പിടിച്ച് അനുമോൾ എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ്. അതായത് അനുമോളെ സ്നേഹിച്ച പോസിറ്റീവ് നെഗറ്റീവ്സും ഒക്കെ അറിഞ്ഞ് സ്നേഹിച്ച മലയാളി പ്രേക്ഷകർ എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ്. അതേപോലെ ഇപ്പം BB ഹൗസിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, ഫോൺ കിട്ടിയതേ ഉള്ളൂ, 100 ഡേയ്സ് കഴിഞ്ഞ സന്തോഷത്തിലാണ്. അപ്പോൾ ഇപ്പോഴാണ് ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒക്കെ അനുമോൾ നോക്കുന്നത്. അപ്പോൾ അനുമോൾ പറഞ്ഞതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതിന് മുൻപ് ഉണ്ടായിരുന്നതിനെക്കാട്ടിലും ആൾക്കാർ 3.5 കോടി ജനങ്ങളും കണ്ടു, അറിഞ്ഞു, സ്നേഹിച്ചു. അതൊക്കെ ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു. പിന്നെ അനുമോൾ പറഞ്ഞു, ഞാനിതൊരു സ്വപ്നം കണ്ട ട്രോഫിയാണെന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നു ഈ ട്രോഫി. അതൊരു വിധിയാണ്, അത് കിട്ടിയപ്പം വളരെ സന്തോഷം തോന്നി. പിന്നെ ഇപ്പം നാട്ടിൽ പോകാൻ നിൽക്കുകയാണ്. അച്ഛനും അമ്മയും ഈ മുഹൂർത്തത്തിൽ ഈ ട്രോഫി മേടിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഇല്ലാത്തതിൽ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. അപ്പം വീട്ടിൽ പോകുമ്പോൾ ട്രിവാൻഡ്രത്ത് ആര്യനാട്ട് പോകണം. അതേപോലെ ആദ്യം തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ വീട്ടുകാരുള്ളവരുടെയും കയ്യിൽ ട്രോഫി വെച്ച് കൊടുക്കണം. ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതേപോലെ അനുമോൾ ട്രിവാൻഡ്രത്ത് അനുമോളുടെ പേരിൽ ഒരുപാട് ആൾക്കാർ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നു, അനുമോളുടെ വിജയം സെലിബ്രേറ്റ് ചെയ്യുന്നു. അനുമോൾ ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ അതൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഒരുപാട് വീഡിയോസ് കണ്ടു. അതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുന്നു. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറഞ്ഞിട്ടാണ് അനുമോൾ ആ വീഡിയോ സ്റ്റോപ്പ് ചെയ്തത്. നമുക്കും സന്തോഷം, അനുമോളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ്. പലരും പറയും PR കൊണ്ട് കിട്ടിയതാണ്. ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. PR അവർക്ക് പ്രമോഷന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പുറത്ത് വളച്ചൊടിക്കുന്നുണ്ട്. PR കാരണം മാത്രമാണ് അനുമോൾ ജയിച്ചെന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു PR പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രമല്ല, നമ്മളെപ്പോലുള്ള ഒരുപാട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടും കൂടിയാണ് അനുമോൾക്ക് ആ ട്രോഫി കിട്ടിയത്.